നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ നല്ലൊരു കിടിലം മോബ് ഫാർം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് ഇനിയും കുറെ അധികം ലെയറൊക്കെ ആഡ് ആക്കണം എന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലില്ലേ, നമുക്ക് ഈ ഒരു നെതർ എക്സ്പ്ലോറിങ്ങിന് പോകണം. കാരണം ഈ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് ഇന്ന് വരെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എക്സ്പ്ലോറിംഗ് ഒന്നും നടത്തിയിട്ടില്ല. നമ്മൾ ഇന്നത്തെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെതർ പോർട്ടർസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നെതറിൽ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഈ കാണുന്ന ബ്ലോക്കൊക്കെ ഞാൻ എടുക്കാൻ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഞാനായതുകൊണ്ട് മിക്കവാറും ലാവയിലൊക്കെ പോയി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നെതറിൽ കയറാം. അതിനേക്കാൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? സബ്സ്ക്രൈബ് ചെയ്. നമ്മുടെ റോഡ് ടു 1K ആണ്. ഇപ്പൊ ഏകദേശം 700 സബ്സ്ക്രൈബർ ആയിരിക്കാണ്. എന്റെ പൊന്നോ, എനിക്ക് വയ്യതികളെ കൊണ്ട് നിങ്ങൾ കിടിലാണ് കേട്ടോ. അപ്പൊ മാക്സിമം ഇനും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഞാൻ പറയണ്ടല്ലോ, അറിയാലോ, 30 ലൈക്ക്. അപ്പൊ അത് മാക്സിമം അടിച്ച് പൊട്ടിക്കുക. അങ്ങനെ ഞാൻ നെതറിലെത്തിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ബ്രിഡ്ജ് ചെയ്ത് പോവാണ്. നമുക്ക് ഇങ്ങനെ മെല്ലെ ബ്രിഡ്ജ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ കോർഡിനേറ്റ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫൈനലി പോർട്രസിൽ കയറി. ഞാനാണെങ്കിൽ ഇവിടെ കുറച്ചു നേരം AFK നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവന്മാരെ പേടിച്ചിട്ട്, ഇവന്മാര് ശരിയല്ലാന്ന്, ഇവന്മാര് തീതുപ്പാണ്. ഞാനാണെങ്കിൽ മറ്റേ ഷീൽഡ് അങ്ങനത്തെ സുനാപ്ലിക്കേഷൻ ഒന്നും എടുക്കാത്തോണ്ട് എനിക്ക് പേടിയാവണം ഇവന്മാരുടെ അടുത്ത് പോകാൻ വേണ്ടി. കണ്ടോ, അത് ഇവിടെ എന്റെ അടുത്ത് വന്നിട്ട് തീ തുപ്പിയിരിക്കാണ്. ഇനെന്തായാലും നമുക്ക് സൂക്ഷിച്ചും കണ്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തീർക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി എപ്പിസോഡ് എനിക്ക് മുടക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇന്ന് തന്നെ എപ്പിസോഡ് ഇടുന്നത്. ഇങ്ങോട്ട് നോക്കിയത് ഇവിടെ മൊത്തം ഗ്യാങ് ആണ്. ഇവന്മാരുടെ അടുത്ത് എങ്ങാനും ഞാൻ പോയി പെട്ട് കഴിഞ്ഞെങ്കിലേ എന്റെ കാര്യം തീരുമാനമാവും കേട്ടോ. അവിടെ അത്രയും ആൾക്കാരുണ്ട്. ഞാനാണെങ്കിൽ PvPയിൽ ഭയങ്കര പ്രോ ആയതുകൊണ്ടില്ലേ, ഞാൻ ഒറ്റയടിക്ക് ചത്തുപോകും. അതാണ് ഈ ഒരു പോർട്രസ് ആണെങ്കിൽ ഒരുമാതിരി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു സാധനമാണ്. ഇതില് ഞാൻ എങ്ങോട്ടാണ് പോണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തെങ്കിലും നേരെ താഴോട്ട് കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ വല്ല വഴിയുണ്ടോ? ഇറ്റോ പൊന്നോ, ഭാഗ്യം. അവിടെ ലാവയാണ്. അയ്യോ കൊല്ലല്ലേ, അയ്യോ എന്നെ കൊല്ലല്ലേ, അയ്യോ. ഞാൻ മിക്കവാറും ചാവൂട്ടോ. ഞാൻ ഷീൽഡ് എടുക്കാൻ മറന്നു ഈ പുല്ല്. ഇനി ഞാൻ തിരിച്ചു പോയി ഷീൽഡ് എടുക്കാനാണെങ്കിൽ അത്യാവശ്യം ടാസ്ക് ആണ്. നമുക്ക് എന്തായാലും ഇല്ലേ തിരിച്ചു പോയിട്ട് ഷീൽഡ് എടുത്തിട്ട് വരാം. അല്ലാണ്ട് ഇവിടെ പിടിച്ചിക്കാൻ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. ഇവന്മാരെന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ കുട്ടിക്കുരിപ്പുകൾക്കൊക്കെ ഭയങ്കര കുരുത്തക്കേടാണ്. എന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ സമ്മതിക്കണില്ല പുല്ല്. അയ്യോ, ഞാൻ ഇനി എങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി? ഞാനാണെങ്കിൽ ആ പോർട്രസ് കണ്ട ഒരു ഇതിനില്ലേ, ഞാൻ വീട് എങ്ങോട്ടാണെന്ന് മറന്നുപോയി. ഞാനിപ്പോ സ്ട്രെയിറ്റ് പോവാണ്. നമുക്ക് എവിടെയെങ്കിലും എത്തുമായിരിക്കും. ഇനി സത്യം പറഞ്ഞ ഇവന്മാരെ കാണുമ്പോൾ പേടിയാട്ടോ. ഇവന്മാർ ഒരുമാതിരി കളി കളിച്ചിട്ട് നമ്മൾ അങ്ങനെ ലാവയിലേക്ക് തള്ളിയിടും. അതാണ് എനിക്ക് പേടിയാവണേ. ഇവിടെ ആണെങ്കിൽ നിറച്ച അവന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ പേടിച്ച കൊണ്ടൊന്നും അല്ല കേട്ടോ ഇതുപോലെ കവർ ചെയ്തിരിക്കണേ. പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഭയങ്കര പ്രോ ആണ്. എമ്മച്ചി പോയില്ലേ ഈ ചെറുക്കൻ. ഇത് ഭയങ്കര ശല്യാണ് കേട്ടോ. ഈ പന്ത് പോലത്തെ ഈ സാധനം ഇവൻ വന്ന് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. എന്റെ പോർട്ടലാണെങ്കിൽ ദൂത് അവിടെ ആയിട്ടാണ് വരുന്നത്. അങ്ങോട്ടേക്ക് പോവാൻ സമ്മതിക്കണില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവിടുന്ന് ചാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നൈസിൽ ഇങ്ങോട്ടേക്ക് ഒരു ചാട്ട്. അമ്മച്ചേ, ഇപ്പൊ പോയേനെ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് 2-3 ഷീൽഡാണ്. ഞാനങ്ങനെ 4 ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാര് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവന്മാര് ചിലപ്പോൾ നമ്മളെ ഷീൽഡൊക്കെ പെട്ടെന്ന് തകർക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ നെതറിൽ പോയിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ പോർട്രസിൽ വന്നിട്ട് കുറച്ച് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മെയിൻ ആണ് ഇവിടുത്തെ. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഷീൽഡ് ഉണ്ട്. ഇവിടെ ആയിട്ട് മറ്റേ ബ്ലേസിന്റെ മറ്റേ സ്പോണറൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും സ്പോൺ ആവണമൊന്നും ഇല്ല കേട്ടോ. എന്ത് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഇതിന്റെ അടിയിൽ പോയിട്ട് ഇവിടെയൊക്കെ ചെസ്റ്റ് ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? എൻ്റെ ഒരു അറിവിൽ ഇവിടെ ചെസ്റ്റ് ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അതൊക്കെ നമുക്കൊന്ന് നോക്കണം. അങ്ങനെ നമുക്ക് കുറച്ച് നെതർ വാർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ എന്തൊക്കെ ആവശ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് മൈൻക്രാഫ്റ്റിൽ. എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ തേടി വന്ന സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദൂത് അവിടെ ഒരു ചെസ്റ്റ് കണ്ടോ. ഇതാണ് ഞാൻ ഇത്രയും നേരമായിട്ട് തപ്പി നടന്നത്. ഇതുപോലെ കുറെ ചെസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഒരു ചെസ്റ്റ് തുറക്കാൻ നോക്കുമ്പോഴാണ് ദൂത് അവിടെയായിട്ട് അടുത്തൊരു ചെസ്റ്റ് കാണണം. എന്തായാലും ഇത് തുറന്നു നോക്കാം. ഓക്കെ, നമുക്ക് 3 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു സാഡിൽ, പിന്നെ ഒരു ഗോൾഡൻ സോഡ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഗോൾഡൻ സോഡ് അതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് കുഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇനി ഈ ഒരു ചെസ്റ്റിൽ എന്താണാവോ? ഓക്കെ, ഇവിടുന്ന് നമുക്ക് അയൺ, ഗോൾഡ് ഇങ്കട്ട് അങ്ങനത്തെ സംഭവമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഗോൾഡിന്റെ മറ്റേ ഫാർമ് ഇല്ലാത്തതുകൊണ്ട് ഗോൾഡ് ഭയങ്കര അത്യാവശ്യമാണ്. നമുക്ക് എല്ലാം എടുക്കണം ഗോൾഡൊക്കെ. ഇനി വേറെ ചെസ്റ്റ് ഉണ്ടാവും. ഈ 2 ചെസ്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ എനിക്ക് വീണ്ടും ചെസ്റ്റ് കിട്ടിയിട്ടോ. ഇത് തുറന്നിട്ട് ഇതിലത്തെ ഐറ്റംസ് എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് ദൂത് അവിടെ ഒരു ചെസ്റ്റ്. ഇത് കുറെ ചെസ്റ്റ് ഉണ്ടല്ലോ ദൈവമേ. ഞാൻ രക്ഷപ്പെട്ട്. ഞാൻ വിചാരിച്ച എല്ലാ സാധനവും എനിക്ക് കിട്ടി. എനിക്കാണെങ്കിൽ കുറെ അധികം സാഡിലും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു കുതിരനെ പെറ്റാക്കാനുണ്ട്. പിന്നെ വന്നതിൽ കിട്ടാത്തൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ബ്ലേസ് റോഡാണ്. ബ്ലേസ് റോഡ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം
ബ്ലേസിന്റെ സ്പോണർ ഉണ്ടല്ലോ അതിലൊന്നും സ്പോൺ ആവണില്ല ബ്ലേസ്. എന്താണ് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് ഈ ഒരു സോൾ സാൻഡ് അല്ലേ, ഇതെന്താണ് സാധനം? ഓക്കെ, സോൾ സാൻഡ് ആണ്. ഇതും കൂടി കളക്ട് ചെയ്യാം. ഇതിലല്ലേ ഈ ഒരു നെതർ വാർട്ട് നടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് മൊത്തം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനാണ് മെയിൻ ടാസ്ക്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വഴി തപ്പണം. അങ്ങനെ നമ്മൾ ഇവിടെ വന്നത് എന്തായാലും ലാഭമായിട്ടോ. നമുക്ക് എന്തായാലും കുറെ അധികം ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ബ്ലേസിനും കൂടി കൊന്നാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലേസ് റോഡ് അത്യാവശ്യമാണ്. എന്തായാലും ബ്ലേസ് റോഡിന്റെ അഡ്വാൻസ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ പോകുന്നുള്ളത്. നമ്മൾ എവിടുന്നാണ് വന്നത്, ഏത് വഴിയാണ് വന്നതൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല. അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കാര്യം തീരുമാനമായേനെ. അവിടെ മറ്റേ പാലം ഇല്ലാന്ന് ഞാനിപ്പോ നേരെ അങ്ങ് നടന്നു പോയേനെ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ തന്നെയാണ് പോകേണ്ടത്. ഞാനാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ നടക്കുന്നുള്ളത്. നമ്മ എവിടുന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇവന്മാർ ഇവിടെ ചുറ്റിനുള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ നടക്കാനും പറ്റണില്ല. അയ്യോ ഞാൻ ചത്ത്, അയ്യോ 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 ഞാൻ ചത്ത്, എനിക്ക് ചാവാൻ പോയി, ചാവാൻ കയ്യ, അയ്യോ ചത്തേ. ഞാനങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വന്ന വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനെന്തായാലും നമുക്ക് നൈസിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. അങ്ങനെ ഞാൻ പോർട്ടലിൽ കയറിയിട്ടോ ഒരു വിധത്തിൽ ചാവാണ്ട് അങ്ങനെ ഞാൻ നെതർന്ന് തിരിച്ചെത്തിന്ന്. അയ്യോ പ്രൗഡ് മൊമെന്റ്. ഞാനല്ലെങ്കിൽ സാധാരണ നെതറിൽ കയറി ഒരു 2-3 തവണ ചാവുന്നതാണ്. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഇനിതാ ഇവന്മാര് കണ്ടോ, ഇതെന്താണിത്, സമരോ ഇവിടെ? അയ്യോ ഓടിക്കോ. ഇനി ഇവന്മാരെ കയ്യിൽ നിന്ന് എനിക്ക് ചാവാൻ കയ്യ. അങ്ങനെ ഞാൻ അതെന്താ ഇപ്പൊ വീണ അവിടുന്ന്? അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനെന്തായാലും നമ്മൾ ഇനി അടുത്തത് എന്ത് ഫാർമാണ് സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താണ് ബിൽഡ് ചെയ്യേണ്ടതെന്നൊക്കെ താഴത്ത് കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.